Good morning. എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് ലൈവ് ചാറ്റിൽ കമന്റ് ചെയ്യുക കേട്ടോ. അറ്റൻഡൻസ് ലൈവ് ചാറ്റിൽ കമന്റ് ചെയ്യുക. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റാർട്ടിംഗ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. അത് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഓവർ ഹാങ്ങിങ്ങിൻ്റെ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് SFD BM എടുക്കുന്ന കേസിൽ വരുമ്പോൾ നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലെറ്റ് സ്റ്റുഡൻസ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബാക്കി വീഡിയോസ് ലിങ്ക് ഉണ്ടായിരിക്കും, അത് ലിങ്ക് തരാം, അത് വെച്ച് വേണം ക്ലാസ് കേൾക്കാനായിട്ട്. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇനി അത് എടുത്തു തരുന്നില്ല. ആ ക്ലാസ്സുകൾ വേണം നിങ്ങൾ കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ടോർഷനാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ തിൻ സിലിണ്ടേഴ്സ് എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. തിൻ സിലിണ്ടേഴ്സ് എന്നുള്ള ചെറിയൊരു പോർഷനാണത്, ഒരുപാടൊന്നുമില്ല. അതിലെ പ്രോബ്ലംസ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വെറുതെ അതിൻ്റെ തിയറിയും കാര്യങ്ങളും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. എന്താണ് തിൻ സിലിണ്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് ഇട്ടോ? എല്ലാവരും വന്നോ? സ്റ്റാർട്ട് ചെയ്താലോ? Okay, thin cylinders. A cylinder or spherical shell is considered to be thin when the metal thickness small compared to internal diameter. നോക്കാം, നമ്മുടെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സിലിണ്ടേഴ്സ് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുള്ള ഒരു ഭാഗമാണ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല സിലിണ്ടർ, എന്തായിരിക്കും സിലിണ്ടറിന്റെ രൂപം എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ കോമൺ ആയി കണ്ടുവരുന്ന സിലിണ്ടർ ഏതാണ്? LPG ഉണ്ടായിരിക്കും അല്ലേ? LPG സിലിണ്ടർ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നമ്മുടെ സ്റ്റീം ബോയിലേഴ്സ്, വാട്ടർ സപ്ലൈ മെയിൻസ്, ഗ്യാസ് പൈപ്പ്, ഓയിൽ ടാങ്ക്, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റലിൻ്റെ തിക്നെസ് വളരെ മൈന്യൂട്ടാണ്, വളരെ കുറവാണ്. എന്തിനേക്കാളും അതിൻ്റെ ഡയമീറ്ററിനേക്കാളും, നമ്മുടെ സിലിണ്ടറിന്റെ ഡയമീറ്ററിനേക്കാളും അതിന്റെ തിക്നെസ് വളരെ കുറവാണെങ്കിൽ അത്തരം സിലിണ്ടേഴ്സിനെയാണ് നമ്മൾ തിൻ സിലിണ്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും തിക് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? തിക്നെസ് വളരെ കൂടുതലുള്ള സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, അതാണ് തിക് സിലിണ്ടർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ സിലബസിൽ തിക് സിലിണ്ടേഴ്സിനെ പറ്റി പഠിക്കാനില്ല, പകരം പഠിക്കാനുള്ളത് തിൻ സിലിണ്ടേഴ്സ് ആണ്. അപ്പൊ തിൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെറ്റൽ തിക്നെസ് ഇന്റേണൽ ഡയമീറ്ററിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്കതിന് തിൻ സിലിണ്ടർ എന്ന് പറയാം. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, when the wall thickness T of the cylinder is less than 20 times the internal diameter of cylinder, then it is considered as thin cylinder, otherwise it is thick cylinder. അതായത് ഒരു സിലിണ്ടർ തിൻ സിലിണ്ടർ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ തിക്നെസ്, മെറ്റൽ തിക്നെസ് ഡയമീറ്ററിന്റെ 20 ടൈംസിനേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു സിലിണ്ടറിനെ നമുക്ക് തിൻ സിലിണ്ടർ എന്ന് പറയാൻ പറ്റുക. ഇനി അതല്ല, അതിനേക്കാൾ കൂടുതലാണ്, തിക്നെസ് D/20 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിക് സിലിണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സിലബസിലില്ല. തിക് സിലിണ്ടർ നമുക്ക് പഠിക്കാനില്ല, തിൻ സിലിണ്ടർ മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുള്ള ഒന്നാണ് എന്ത് തിക് സിലിണ്ടർ എന്ന്, തിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഓർ സ്റ്റോറിംഗ് ഓഫ് ലിക്വിഡ്, ഗ്യാസസ്, ഫ്ലൂയിഡ്സ്, അതിനെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഓർ സ്റ്റോറിംഗ് ഓഫ് ലിക്വിഡ്, ഗ്യാസസ്, ഫ്ലൂയിഡ്സ് നമുക്ക് സിലിണ്ടേഴ്സ് ആവശ്യമാണ്. ഓക്കെ,
ദീസ് സിലിണ്ടേഴ്സ് ആർ സബ്ജക്ട് ടു ഫ്ലൂയിഡ് പ്രഷർ. അപ്പൊ ഇതിനകത്ത് എന്തായാലും ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം അല്ലെ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ആവാം, ഗ്യാസസ് ആവാം. അപ്പൊ ഇതിന്റെ ഒരു പ്രഷർ സിലിണ്ടേഴ്സിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ സിലിണ്ടേഴ്സിനകത്ത് പ്രഷർ എക്സേർട്ട് ചെയ്യും, ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടേഴ്സ് എന്ത് ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും അല്ലെ. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 3 ടൈപ്പിലുള്ള സ്ട്രെസ്സസ് നമ്മുടെ സിലിണ്ടേഴ്സിൽ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമുക്ക്, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. 3 ടൈപ്പ് സ്ട്രെസ്സസ് ആണ് ഉണ്ടാകുന്നത്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, റേഡിയൽ സ്ട്രെസ് എന്ന് പറഞ്ഞ 3 അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്നുകൂടെ എന്താണെന്ന് നോക്കാം. തിൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. തിക്നെസ് ഡയമീറ്ററിന്റെ 20 ടൈംസിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആകുന്ന കേസിലാണ് ഒരു സിലിണ്ടറിനെ നമുക്ക് തിൻ സിലിണ്ടർ എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അതല്ല, അതിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, തിക് സിലിണ്ടർ ആണ്. ഓക്കെ, ഇനി ഒരുപാട് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ്, ലിക്വിഡ്സ്, ഗ്യാസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലൂയിഡ്സ് അതിന് സ്റ്റോർ ചെയ്യാനോ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനോ നമ്മൾ എന്ത് യൂസ് ചെയ്യും, തിൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ളത് ഫ്ലൂയിഡ്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സിലിണ്ടേഴ്സിന്റെ വാളിലേക്ക് ഒരു ഫ്ലൂയിഡ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലൂയിഡ് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിലിണ്ടേഴ്സ് എന്ത് ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ 3 ടൈപ്പിലുള്ള സ്ട്രെസ്സസ് ആണ് സിലിണ്ടറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളത് നോക്കി ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സർക്കംഫറൻഷ്യൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് റേഡിയൽ സ്ട്രെസ്. അതിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനെ പറയുന്ന വേറൊരു പേരാണ് ഹൂപ്പ് സ്ട്രെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൂപ്പ് സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് റേഡിയൽ സ്ട്രെസ്. ഇതിലെ ഈ ഫസ്റ്റ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റേഡിയൽ പ്രഷർ എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ, ഒന്നാമത്തെയും രണ്ടാമത്തേതിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയൽ പ്രഷർ വളരെ മൈന്യൂട്ടാണ്, വളരെ ചെറിയ രീതിയിൽ റേഡിയൽ പ്രഷർ ഉണ്ടാകുന്നുള്ളൂ. സോ അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സാണ് കാര്യമായിട്ട് നമ്മുടെ സിലിണ്ടറിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി കുറച്ച് തിൻ സിലിണ്ടേഴ്സിന്റെ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള സിലിണ്ടേഴ്സ് വലിയ വലിയ ബോയിലേഴ്സ് ആയിരിക്കും. ഇത് ബോയിലേഴ്സ് ആണ്. ഇത് സ്പെറിക്കൽ വെസലാണ്, ഇതൊരു സിലിണ്ടറിക്കൽ ആണ്, ഡിഫറെന്റ് ഷേപ്പിനനുസരിച്ച്. ഓക്കെ, വേറൊരു ഇത് ആ ഫിഗർ തന്നെ സിലിണ്ടറിക്കൽ വെസലാണ് കാണുന്നത്. ഇതൊക്കെ തിൻ സിലിണ്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കൂ, ഈ ഡയമീറ്ററിനെ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ തിക്നെസ് വളരെ കുറവാണ് അല്ലെ. ഡയമീറ്ററിന്റെ 20 ടൈംസിനേക്കാൾ കുറവാണ്. സോ ദിസ് ഈസ് കോൾഡ് തിൻ സിലിണ്ടർ. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ബോയിലേഴ്സ് അല്ലെങ്കിൽ പൈപ്പുകളാണ് ഈ കാണുന്നത്. വാട്ടർ സപ്ലൈ മെയിൻസ് അതെല്ലാമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ എന്താണെന്ന് നമ്മൾ നോക്കി. സിലിണ്ടറിൽ തിൻ സിലിണ്ടറും തിക് സിലിണ്ടറും എന്ന് പറഞ്ഞു. തിൻ സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്, തിക്നെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D/20. D/20 ആണെങ്കിൽ അതെന്താണ്, തിൻ സിലിണ്ടർ ആണ്. ഇനി അങ്ങനെയല്ല, തിക്നെസ് ഗ്രേറ്റർ ദാൻ D/20 ആണെങ്കിൽ നമ്മൾ അതിനെ തിക് സിലിണ്ടർ എന്നാണ് പറയുക. തിക് സിലിണ്ടർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണെന്നാ പറഞ്ഞത്, തിൻ സിലിണ്ടർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഹൂപ്പ് 3 രീതിയിലുള്ള സ്ട്രെസ്സസ് ആണ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. ഹൂപ്പ് ഓർ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. This is directed along the tangent to the circumference and tensile in nature. Thus, there will be increasing diameter. നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊരു സിലിണ്ടറിന്റെ ഫിഗറാണ്. ഈ സിലിണ്ടറിനകത്ത് നമ്മുടെ സിലിണ്ടറിന്റെ സർക്കംഫറൻസിൽ ടാൻജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ ഞാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഒരു സിലിണ്ടർ എന്ന് വിചാരിക്കുക. ഇത് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് വിചാരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഒരു സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടർ ഇങ്ങനെയല്ല ഞാൻ പിടിക്കുന്നത്, ഇങ്ങനെയാണ് കേട്ടോ.
എന്നാലേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഈ സർക്കംഫറൻസിന് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുക? ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സർക്കംഫറൻസിന് ടാൻജൻഷ്യലായിട്ട്. അപ്പോൾ ഈ രീതിയിൽ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വലിയ വലിയ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ സിലിണ്ടർ ഫെയിലിയർ ആവും. അപ്പോൾ ഏത് രീതിയിലുള്ള ഫെയിലിയർ ആയിരിക്കും ഇതിന് സംഭവിക്കുക? ഈ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ സിലിണ്ടർ ഏത് രീതിയിലായിരിക്കും പൊട്ടിപ്പോവുക? ഐഡിയ ഉണ്ടോ? ഈ രീതിയിലാണ് നമ്മുടെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഈ രീതിയിലാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ വലുതായി വരികയല്ലേ ചെയ്യുക? ടെൻസൈൽ നേച്ചറിലാണ്. സോ ഡയമീറ്റർ വലുതായി വരും. നിങ്ങളുടെ ഈ സ്ക്രീനിൽ നോക്കൂ, ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ പൊട്ടി വരും. അതായത് ഈ രീതിയിൽ നമ്മുടെ ഈ സിലിണ്ടർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് പൊട്ടിപ്പോകും. ഓക്കെ, ഈ ഒരു ലൈനിലുണ്ടല്ലോ, ഈ ഒരു ലൈനിൽ വെച്ച് ഇത് ഹാഫായിട്ട് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹൂപ്പ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് പൊട്ടിപ്പോയിട്ട് ഇതേ നിങ്ങളുടെ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് പോലെ രണ്ടായിട്ട് പിളർന്നു പോകും. ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് കാരണം ഏത് രീതിയിലുള്ള ഫെയിലിയർ ആണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഇതിപ്പോ നീളനെ മുറിഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ലേ? ഈ ഒരു നീളനെ ലെങ്ത് വൈസ് മുറിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പറയാം ഫെയിലിയർ എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ എന്ന് പറയാം. ഏത് കാരണം? ഹൂപ്പ് സ്ട്രെസ് കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത് എന്ന് പറയാം അല്ലേ? നമ്മുടെ സിലിണ്ടർ ഇങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചത്. സിലിണ്ടർ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഹൂപ്പ് സ്ട്രെസ് ആക്ട് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പൊട്ടിയിട്ട് ഇതുപോലെ പൊളിഞ്ഞിട്ട് മുകളിൽ ഇതുപോലെ ഒരു പീസ് കൂടി ഉണ്ടാവും അല്ലേ? ഇതുപോലെ ലെങ്ത് വൈസ് ആണ് പൊട്ടി വരുന്നത്. സോ നമുക്ക് പറയാം ഫെയിലിയർ ഈസ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ. ഓക്കെ, അപ്പം എന്താണ് ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് സിഗ്മ സി അല്ലെങ്കിൽ എഫ് സി, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? സ്ട്രെസ്സിനെ സിഗ്മ അല്ലെങ്കിൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. സിഗ്മ സി അല്ലെങ്കിൽ എഫ് സി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്ട്രെസ് ഏതാണ്? നെക്സ്റ്റ് സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. This stress is directed along the length of the cylinder. This is also tensile in nature and tends to increase the length. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെങ്ത് വൈസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിലിണ്ടർ നേരത്തെ സർക്കംഫറൻസിലായിരുന്നു ഹൂപ്പ് സ്ട്രെസ് ആക്ട് ചെയ്തിരുന്നത്. ഇത്തവണ എങ്ങനെയാണ്? അലോങ് ദി ലെങ്ത് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സിലിണ്ടറിനെ അതേ ഇങ്ങനെ പിടിക്കുകയാണ്. ക്ലിയർ ആണോ? ക്യാമറ ഇങ്ങനെയാണ് നേരത്തെ പിടിച്ചത്. ഇത് ഞാൻ ഇങ്ങനെയാണ് പിടിക്കുന്നത്. നമ്മുടെ സിലിണ്ടറിനെ ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് എങ്ങനെ ആക്ട് ചെയ്യണം? ഈ ഡയറക്ഷൻ ലെങ്ത് വൈസ് ആക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് ഫെയിലിയർ ആവുക? മുറിഞ്ഞു പോവുക എങ്ങനെയായിരിക്കും? സിലിണ്ടർ മുറിഞ്ഞു പോകുന്നത് എങ്ങനെയായിരിക്കും? ലെങ്ത് വൈസ് ഇവിടെ വെച്ചാണ് മുറിഞ്ഞു പോവുക അല്ലെ? ഇത് രണ്ട് കഷ്ണമായിട്ട് മാറും. ഇതിങ്ങനെ രണ്ട് കഷ്ണമായിട്ട് മാറും. കാരണം ടെൻസൈൽ ഇൻ നേച്ചർ ആണ്. സോ ഇത് ഈ രീതിയിലാണ് വലിഞ്ഞു പോവുക, ഇവിടെ വെച്ച് മുറിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഈ കേസില് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ഫെയിലിയർ ആണ് സംഭവിക്കുന്നത്? സർക്കംഫറൻഷ്യൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ഫെയിലിയർ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ഫിഗറിൽ നിന്നാണ് മനസ്സിലാകാം. നമ്മുടെ ഈ ഒരു പ്ലെയിനിലാണ് ഫെയിലിയർ സംഭവിച്ചത് അല്ലെ? അതായത് സർക്കംഫറൻഷ്യൽ ഫെയിലിയർ അല്ലെങ്കിൽ ഫ്രാക്ചർ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം ഉണ്ടാകുന്നത്.
സർക്കംഫറൻഷ്യൽ ഫ്രാക്ചർ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം ഉണ്ടാവുക. ക്ലിയർ ആണോ? രണ്ട് സ്ട്രെസ്സും എങ്ങനെയാണെന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലും ഹൂപ്പ് സ്ട്രെസ്സും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ വെച്ച് മുകളിലേക്കും താഴേക്കും ലെങ്ത് വൈസ് മുറിഞ്ഞു പോകും. ഇമാജിൻ ചെയ്ത് നോക്കൂ, ഹൂപ്പ് സ്ട്രെസ് ഇങ്ങനെ ആക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ വെച്ച് അത് ലെങ്ത് വൈസ് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് മുറിഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്, സർക്കംഫറൻഷ്യൽ ആയിട്ടാണ് മുറിഞ്ഞു പോവുക. ഓക്കെ, അപ്പോൾ രണ്ട് സ്ട്രെസ്സാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ്, ഇതിപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ആണ്. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് കാണിച്ചത്. ബേസ്റ്റിംഗ് ഓഫ് ദ സിലിണ്ടർ ടേക്സ് പ്ലേസ് അലോങ് ദ സെക്ഷൻ എ ബി എന്നുള്ള സെക്ഷനിൽ ഇങ്ങനെയാണ് മുറിഞ്ഞു പോകുക. മുറിഞ്ഞു പോയിട്ട് രണ്ട് പാർട്ടായിട്ട് മാറിപ്പോകും. അപ്പോൾ സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഫെയിലിയർ ആണ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് കാരണം ഉണ്ടാകുന്നത്. പേര് ശ്രദ്ധിക്കുക കേട്ടോ, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് കാരണം സർക്കംഫറൻഷ്യൽ ഫെയിലിയർ ആണ് സംഭവിക്കുക. ഇനി ഹൂപ്പ് സ്ട്രെസ് കാരണമാണെങ്കിലോ ഈ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസിലൂടെയാണ് എന്തുണ്ടാകുന്നത്, ഫെയിലിയർ സംഭവിക്കുന്നത്. സോ ഹൂപ്പ് സ്ട്രെസ് കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ആണ് ഉണ്ടാകുന്നത്. ഓർത്ത് വയ്ക്കുക, ഓപ്പോസിറ്റ് ആണ് പേരുകൾ. ഇനി റേഡിയൽ പ്രഷർ. റേഡിയൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്രസീവ് ഇൻ നേച്ചർ. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഫ്ലൂയിഡ് പ്രഷർ ഓൺ ദി ഇൻസൈഡ് വാൾ ആൻഡ് 0 ഓൺ ദി ഔട്ടർ വാൾ ഇഫ് ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. മറ്റ് രണ്ട് സ്ട്രെസ്സിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേഡിയൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയൽ പ്രഷർ മൈൻഡ് ചെയ്യാറില്ല. അതായത് റേഡിയൽ പ്രഷർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷറിന് ഇൻസൈഡ് വാൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റേഡിയൽ പ്രഷർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷറിന് ഈക്വൽ ആണ്. അതുപോലെ ഔട്ടർ വാളിനെ അത് സ്വാധീനിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റേഡിയൽ പ്രഷർ മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, ഇത് മൂന്ന് സ്ട്രെസ്സുകളാണ്. ഇത് നമ്മുടെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്. രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. തേർഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് റേഡിയൽ സ്ട്രെസ്. ഓക്കെ, ക്ലിയർ ആയോ? അറ്റൻഡൻസിന് ആരും എൻ്റർ ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തിൻ സിലിണ്ടർ എന്താണെന്ന് നോക്കി അതിൽ ഡെവലപ്പ് ചെയ്യുന്ന 3 ടൈപ്പ് സ്ട്രെസ്സും നോക്കിക്കഴിഞ്ഞു. അതിനകത്ത് ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഫോർ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക അല്ലേ. അതുകൊണ്ട് തന്നെ സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഫെയിലിയർ ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫിഗർ. സർക്കംഫറൻഷ്യൽ ഫെയിലിയർ ആണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷർ ആണെന്ന് വിചാരിക്കും. ഇതിനകത്തുള്ള ഏത് ഫ്ലൂയിഡ് ആയിക്കോട്ടെ ആ ഫ്ലൂയിഡിന്റെ പ്രഷറാണ് പി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ യൂണിറ്റ് Nm/mm². ഇനി ഡി എന്ന് പറയുന്നത് ഇന്റേണൽ ഡയമീറ്റർ. ഇതിന്റെ ഇന്റേണൽ ഡയമീറ്റർ mm പറയുന്നു. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് തിക്നെസ്. ഇതെല്ലാം സ്മോൾ ലെറ്റർ ആണ്. ഡി എന്ന് പറയുന്നത് ഇന്റേണൽ ഡയമീറ്റർ, ടി എന്ന് പറയുന്നത് വോൾട്ട് തിക്നെസ്. ഇനി ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്റ്റിംഗ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റിംഗ് ഫോഴ്സ്. ബേസ്റ്റിംഗ് ഫോഴ്സ് വിൽ ബി ഇസ് ഈക്വൽ ടു റെസിസ്റ്റിംഗ് ഫോഴ്സ്. അതായത് ഇതിനകത്ത് ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്ന, ഫ്ലൂയിഡ് കാരണം ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ കൊണ്ട് ഒരു സ്ട്രെസ് അവിടെ ഉണ്ടാകും. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രെസ് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. അപ്പൊ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണമുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം.
ബേർസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷർ ഇൻറ്റു ഏരിയ. അതുപോലെ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ മെറ്റീരിയൽ ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. സ്ട്രെസ് ഇൻ മെറ്റീരിയൽ ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. ഇപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പി ആണ്. ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ എന്തായിരിക്കും? π/4 d². അപ്പോൾ ബേർസ്റ്റിംഗ് ഫോഴ്സ് നമുക്ക് കിട്ടി. ഫ്ലൂയിഡ് പ്രഷർ ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് പി ഇൻറ്റു π/4 d² ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ മെറ്റീരിയൽ ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. എന്ത് റെസിസ്റ്റിംഗ് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്? ഫ്ലൂയിഡ് പ്രഷറിന് റെസിസ്റ്റ് ചെയ്യാനുണ്ടാകുന്ന സ്ട്രെസ് ഏതാണ്? നമ്മൾ എടുത്തിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ആണ്. സോ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് FL ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സ്ട്രെസ് ഉണ്ടാകുന്നത് എവിടെ മാത്രമാണ്? സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ ഒരു സർക്കംഫറൻസിൽ മാത്രമാണ്, അല്ലേ? ഈ ഒരു സർക്കംഫറൻസിൽ മാത്രമാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആണോ? ഈ ഒരു ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? പെരിമീറ്റർ ഇൻറ്റു തിക്നെസ് ചെയ്താൽ പോരെ? ഈ ഒരു ഏരിയ കിട്ടാനായിട്ട് പെരിമീറ്റർ ഇൻറ്റു തിക്നെസ് ചെയ്താൽ മതി. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പൈ ഇൻറ്റു ഡി, പിന്നെ തിക്നെസ് ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതിയത്. ഓക്കെ, പെരിമീറ്റർ പൈ ഡി ഇൻറ്റു തിക്നെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഇത് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. കാരണം ഇവിടെ മാത്രമാണ് എന്തുണ്ടാകുന്നത്? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ പൈ ഡി ഇൻറ്റു ടി എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഫ് എന്നുള്ളത് എന്ത് കിട്ടും? PD/4T. PD/4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്ത് കാണാൻ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാണാനായിട്ട്. ബേർസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷർ ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് ഫ്ലൂയിഡ് പ്രഷർ P ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ π/4 d². അതെന്ന് പറയുന്നത് റെസിസ്റ്റിംഗ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം, എന്നാലേ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവുള്ളൂ, അല്ലേ? അപ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ മെറ്റീരിയൽ ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. സ്ട്രെസ് എന്ന് പറയുന്നത് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. റെസിസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിനൊന്ന് നിവർത്തി വെച്ച് നോക്കിയേ, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്, അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് തിക്നെസ് ആണ്. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് ആ സർക്കുലർ പോർഷന്റെ പെരിമീറ്റർ ആണ്, പൈ ഡി ആണ്. ഓക്കെ, അപ്പം അതിന്റെ ഏരിയ എന്ന് പറഞ്ഞത് എന്തായി? പൈ ഡി ഇൻറ്റു ടി എന്ന് വന്നു. അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് FL ഇസ് ഈക്വൽ ടു PD/4T എന്ന് എഴുതാം. ഒന്ന് ഓടിച്ചു നോക്കൂ, ക്ലിയർ അല്ലേന്ന്? ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സ്പ്രഷൻ ഫോർ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. നോക്കൂ, ഹൂപ്പ് സ്ട്രെസ് എപ്പോഴുണ്ടാകുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രാക്ചർ, അതായത് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം അത് ഫെയിലിയർ സംഭവിക്കുന്നത് ഈ ഒരു പ്ലെയിനിലാണ്. ലെങ്ത് വൈസ് രണ്ട് ഹാഫായിട്ട് മുറിഞ്ഞു വരുന്നത്. ഇതുപോലെ രണ്ട് ഹാഫ്, ഇതുപോലെ ഒരു പോർഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് അവിടെ ഫെയിലിയർ സംഭവിക്കുക. നമുക്ക് നോക്കാം. P എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷർ, D എന്ന് പറയുന്നത് ഡയമീറ്റർ, L എന്ന് പറഞ്ഞ ലെങ്ത്, T ഇസ് ദ വാൾ തിക്നെസ്, FC എന്ന് പറയുന്നത് ഹൂപ്പ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെയാണ്? ബേർസ്റ്റിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റിംഗ് ഫോഴ്സ്. ബേർസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ ഇൻറ്റു ഏരിയ. അതിന് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൂപ്പ് സ്ട്രെസ് ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. ഫ്ലൂയിഡ് പ്രഷർ നമുക്കറിയാം P ആണ്. പിന്നെ ബ്രോക്കൺ ഷെല്ലിന്റെ പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് D ഇൻറ്റു L. ബ്രോക്കൺ ഷെല്ലിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പൊളിഞ്ഞു വരുന്നത്, അല്ലേ? ഇവിടെ ഫിഗറിൽ നോക്കിയേ, ഇതുപോലെ താഴെ ഒരു ഭാഗം കൂടി ഉണ്ടാവും. ഈ ഒരു പോർഷനാണ് നമുക്ക് പൊളിഞ്ഞു കിട്ടുന്നത്. അപ്പോൾ ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് D ഇൻറ്റു L. ഇവിടെ നമുക്ക് ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്, അല്ലേ? ഇത് ഇതുപോലെ ഹാഫായിട്ട് മുകളിലേക്കും താഴേക്കും പൊളിഞ്ഞു വരും. അപ്പൊ ഇത് ഇങ്ങനെയല്ല നമുക്ക് കിട്ടും ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും. ഇതിനെ പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ പ്ലാൻ വ്യൂ എങ്ങനെയായിരിക്കും? റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതാണ് ഇവിടെ ഹാച്ച് ചെയ്ത് വരച്ചിരിക്കുന്ന ഭാഗം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഡയമീറ്റർ ആണ്, ഇത് ലെങ്ത് ആണ്. സോ ദിസ് ഏരിയ ഈസ് D ഇൻറ്റു L.
ആൻഡ് റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൂപ്പ് സ്ട്രെസ് ഇൻറ്റു റെസിസ്റ്റിംഗ് ഏരിയ. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത് FC. റെസിസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഏതായിരിക്കും റെസിസ്റ്റിംഗ് ഏരിയ? ഈ ഒരു പോർഷൻ, ഈ ഹാച്ച് ചെയ്ത പോർഷൻ മാത്രമാണ് ഹൂപ്പ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു പോർഷനിൽ മാത്രമായിരിക്കും ഹൂപ്പ് സ്ട്രെസ് ആക്ട് ചെയ്യുക. അപ്പം ഇതിന്റെ ലെങ്ത് L ആണ്, ഇതിന്റെ തിക്നെസ് T ആണ്. സോ ദിസ് ഏരിയ എന്ന് പറയുന്നത് T ഇൻറ്റു L പ്ലസ് T ഇൻറ്റു L. ഇവിടെ ഉണ്ടാവും ഒരു T ഉണ്ടാവും, ഇവിടെ ഒരു L ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് T ഇൻറ്റു L ആണ്. അതുപോലെ ഈ ഏരിയ എന്ന് പറയുന്നത് T ഇൻറ്റു L ആണ്. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? 2 ടൈംസ് TL. അങ്ങനെയാണ് ഇവിടെ 2TL എന്ന് വന്നത്. ഇവിടെ DL വന്നത് എങ്ങനെയാണ്? ഇതൊരു റെക്ടാങ്കുലർ പോർഷൻ ആണ്. അതിന്റെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡയമീറ്ററിന് ഈക്വൽ ആണ്. ഇത് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. സോ നമുക്ക് എന്തെന്ന് എഴുതാം? D ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് FC = PD/2T എന്ന് കിട്ടും. FC = PD/2T എന്ന് കിട്ടും. ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ PD/4T ആണ്. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ PD/2T ആണ് അല്ലേ? നമ്മൾ നോക്കി കഴിഞ്ഞ കേസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് FC = 2 ടൈംസ് FL എന്ന് എഴുതി കൂടെ? FC = 2 ടൈംസ് FL. ഓക്കെ, ദിസ് ഫോർമുല hold good for seamless or jointless shell. അതായത് ജോയിൻസ് ഒന്നും ഇല്ലാതെ ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലാണ് ഇക്വേഷൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുക. മറ്റു ലോസസ് ഒന്നും ഇല്ലാതെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ഉണ്ടാക്കുന്ന സിലിണ്ടേഴ്സ് ജോയിൻസ് ഒന്നും ഇല്ലാത്തതാണെങ്കിലാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? നമ്മളെപ്പോഴും രണ്ട് പോർഷൻസ് കൂട്ടിച്ചേർത്താണ് സിലിണ്ടേഴ്സ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ചിലപ്പോൾ ഹോൾസ് വരും, റിവറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അവിടെ ഹോളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ നെറ്റ് എഫക്റ്റിൽ ഏരിയ എന്തായാലും കുറഞ്ഞാ വരിക. ഓക്കെ, അപ്പോൾ ഏരിയ അങ്ങനെ കുറഞ്ഞു വരുന്ന കാരണം ഈ ജോയിൻസ് അവിടെ ഉള്ള കാരണം നമ്മുടെ അതിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത് കുറവാണെന്നാണ് പറയുക. ജോയിൻസ് ആണ് ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റ്സ് അല്ല. അപ്പോൾ ജോയിൻസ് കൂടുമ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കും? ജോയിൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇൻ കേസ് ഓഫ് എ തിൻ സിലിണ്ടർ നമ്മൾ രണ്ട് തരത്തിലുള്ള ജോയിൻസ് ആണ് കൊടുക്കുക. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റും ഒന്ന് സർക്കംഫറൻഷ്യൽ ജോയിന്റും. ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസിന് കൊടുക്കും, സർക്കംഫറൻഷ്യൽ ജോയിന്റിനും കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ്. ഇങ്ങനെ കൊടുക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ്. അതുപോലെ ഈ രീതിയിൽ ഇവിടെ കൊടുക്കുന്ന ജോയിൻസ് ആണ് സർക്കംഫറൻഷ്യൽ ജോയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഈ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ? അപ്പൊ ഈ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിട്ട് അത് പൊളിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? ലെങ്ത് വൈസാ പൊളിഞ്ഞു പോകുക. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ആണ് ഉണ്ടാവുക. അപ്പൊ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഹൂപ്പ് സ്ട്രെസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ലോഞ്ചിറ്റ്യൂഡ് ലെങ്ത് വൈസ് ആണ് അത് പൊളിഞ്ഞു പോരുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രീതിയിൽ ആണ്. കണ്ടോ? ഈ ഒരു രീതിയിലാണ് ഇതുവരെ ഒരു പീസ് മോഡൽ ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് പൊളിഞ്ഞു വരിക. അപ്പൊ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത് വൈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് കൊടുക്കുന്നത്. അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ആവുമ്പോഴാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവുക. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി സർക്കംഫറൻഷ്യൽ ഫെയിലിയർ എപ്പോഴാണ് ഉണ്ടാവുക? സർക്കംഫറൻഷ്യൽ ഫെയിലിയർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് വരുമ്പോഴാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് വരുമ്പോഴാണ് സർക്കംഫറൻഷ്യൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കംഫറൻഷ്യൽ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ റിവറ്റ്സിനൊക്കെ ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കാരണം നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. അതുകൊണ്ട് തന്നെ സ്ട്രെസ് കൂടുതലാണ് സംഭവിക്കുക, അതായത് സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് തന്നെ ഈ ജോയിൻസിന്റെ ഒക്കെ എഫിഷ്യൻസി അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ നോക്കാം? ഈറ്റ എൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിന്റെ എഫിഷ്യൻസിയാണ് വിചാരിക്കുക. ഈറ്റ എൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിന്റെ എഫിഷ്യൻസിയാണ്. അതുപോലെ ഈറ്റ സി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് സർക്കംഫറൻഷ്യൽ ജോയിന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാരണം എന്ത് ഫെയിലിയർ ഉണ്ടാകുന്നത്? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാരണം എന്ത് ഫെയിലിയർ ഉണ്ടാകുക? ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രാക്ചർ ആണ് ഉണ്ടാകുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രാക്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബേർസ്റ്റിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P ഇൻറ്റു ഡി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു 2T ഇൻറ്റു എൽ. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. ഇൻറ്റു ഇവിടെ എന്ത് എഫിഷ്യൻസി വരണം? ഈറ്റ എൽ വരണം, ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസി വരണം. കാരണം ഇത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രാക്ചർ ആണ് ഉണ്ടാവുക. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഈറ്റ എൽ. സോ ഇതിൽ നിന്ന് എഫ് സി ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2T ഈറ്റ എൽ. അപ്പൊ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് പി ഡി ബൈ 2T ഈറ്റ എൽ. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാണണമെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസി ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം എന്ത് ഫെയിലിയർ ഉണ്ടാകും? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം സർക്കംഫറൻഷ്യൽ ഫെയിലിയർ ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മളവിടെ സർക്കംഫറൻഷ്യൽ ജോയിന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഓഫ് സർക്കംഫറൻഷ്യൽ ജോയിന്റ് ആണ് നമ്മളവിടെ എടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എഫ് എൽ ഇസ് ഈക്വൽ ടു പി ഡി ഡിവൈഡഡ് ബൈ 4T ഈറ്റ സി എന്നാണ് നമുക്ക് കിട്ടുക. എഫ് എൽ ഇസ് ഈക്വൽ ടു പി ഡി ഡിവൈഡഡ് ബൈ 4T ഇൻറ്റു ഈറ്റ സി. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് ചെക്ക് ചെയ്യൂ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സെഷനിൽ എടുക്കുന്നത്. നമ്മൾ തിൻ സിലിണ്ടേഴ്സ് എന്താണെന്ന് നോക്കി, സിലിണ്ടർ എന്താണെന്ന് നോക്കി, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നോക്കി. തിൻ സിലിണ്ടർ ഉണ്ട്, തിക് സിലിണ്ടർ ഉണ്ട്. തിൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്നെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു D/20. തിക്നെസ് ഗ്രേറ്റർ ദാൻ D/20 ആണെങ്കിൽ അതെന്താണ്? തിക് സിലിണ്ടർ ആണ് അല്ലെ? അതിനുശേഷം നമ്മൾ 3 സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു. ഹൂപ്പ് സ്ട്രെസ്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആൻഡ് ഹൂപ്പ് സ്ട്രെസ് ഓർ സർക്കംഫറൻഷ്യൽ, ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് റേഡിയൽ സ്ട്രെസ്. റേഡിയൽ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഹൂപ്പ് സ്ട്രെസ് എഫ് സി ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2T. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പി ഡി ബൈ 4T അല്ലെ? ഇനി നമ്മൾ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാരണം അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫെയിലിയർ ഉണ്ടാവും. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ പി ഡി ബൈ 2T ഈറ്റ എൽ. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം സർക്കംഫറൻഷ്യൽ ഫ്രാക്ചർ ആണ് ഉണ്ടാവുക. സോ സർക്കംഫറൻഷ്യൽ ജോയിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ എഫ് എൽ ഇസ് ഈക്വൽ ടു പി ഡി ബൈ 4T ഇൻറ്റു ഈറ്റ സി. ഓക്കെ, അപ്പൊ ഇത്രയാണ് തിൻ സിലിണ്ടേഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.